ഇന്ത്യൻ ജുഡീഷ്യറിയിലെയും രാഷ്ട്രീയത്തിലെയും സമീപകാല മാറ്റങ്ങളെ വിശകലനം ചെയ്ത വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ജസ്റ്റിസ് ചെലമേശ്വറും ജോൺ ബ്രിട്ടാസ് എംപിയും ന്യായാധിപ നിയമങ്ങളുടെ സുതാര്യത നഷ്ടപ്പെടുകയാണെന്ന് ചെലമേശ്വർ പറഞ്ഞു. ചില ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷമുള്ള പദവികളിലാണ് താൽപര്യമെന്ന് ജോൺ ബ്രിട്ടാസ് വിമർശിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ പ്രതീകങ്ങളായവർ ചില പ്രത്യേക താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാവുന്നത് ജനവിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അത് വിധിന്യായങ്ങളെ ബാധിക്കുന്നതാണ് ഭരണഘടനയെ ദുർബലമാക്കുകയെന്നും ജസ്റ്റിസ് ചെലമേശ്വർ പറഞ്ഞു. Now, I may have my own strengths, I may have my own weaknesses. So also any other politician. But we are all in public offices, constitutional offices. Sharing it as with the politician, I know. No, question is afterwards when you go and sit in the court hall, what do you do? How do you decide? What logic are you giving for the judgment? That is more relevant. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഗണേശ പൂജയെ ബന്ധപ്പെടുത്തി ചെലമേശ്വറിന്റെ വാദത്തെ ബ്രിട്ടാസ് എതിർത്തു. At a private function, he invited the cameras to be present there. And what was taken in the camera was televised across the world, and that too by the social handle of the Prime Minister. There lies my objection to what has happened. ഭരണഘടനയെ കണ്ട് പ്രവർത്തിക്കേണ്ടവർ ഭരണകൂടത്തെ നോക്കുകയും വിരമിച്ച ശേഷമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന സ്ഥിതി രാജ്യത്തുണ്ടെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. ജസ്റ്റിസ് ചെലമേശ്വർ വിരമിച്ച ശേഷം നിയമനങ്ങൾ നിരസിച്ചത് മാതൃകാപരമാണെന്ന് അദ്ദേഹം പ്രശംസിച്ചു. There are a lot of jokes around judges delivering their judgment according to their post-retirement posts. So, the connect between the judgments and the post-retirement assignments. And you are one judge who said that you will not pick up any government post or In its 7 years so far, I have not accepted any government post. I think he deserves applause. Even as on today, I have not accepted 7 years. ജനാധിപത്യത്തിന്റെ രണ്ടു തൂണുകളുടെ പ്രതിനിധികൾ തമ്മിലുള്ള സംവാദം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ മാറ്റങ്ങളും തുറന്നുകാട്ടിയാണ് അവസാനിച്ചത്. മാനന്തവാടി ദ്വാരകയിൽ 26-ന് ആരംഭിച്ച വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും. കൈരളി ന്യൂസ്, വയനാട്. Social and political issues at the temple of democracy.